അച്ഛൻ്റെ ചികിത്സയും ഞങ്ങളുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ജീവിക്കാൻ അന്ന് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ അന്ന് എൻ്റെ കൂടെ 4ാം ക്ലാസ് വരെ പഠിച്ചവർ പരീക്ഷ എഴുതി പുറത്തെ സ്കൂളിൽ പോയ സമയത്തിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ അങ്ങനെ ഇരുന്ന ഒരു സമയത്തിനാണ് എൻ്റെ മോള് +2 പഠിച്ച സമയത്ത് സാക്ഷരതാ മിഷനിൽ നിന്ന് തുല്യതാ പഠിത്തത്തിനെ കുറിച്ച് അറിഞ്ഞത്. അത് അറിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ വനമേഖലയിൽ അറിയിക്കേണ്ടത് ST പ്രൊമോട്ടർമാരും നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു സ്കീം ഞങ്ങളുടെ ഈ വനമേഖലയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എനിക്ക് നന്നായിട്ട് തുടർന്ന് പഠിക്കണമെന്ന് ഇനിയും താല്പര്യമുണ്ട്. ആദ്യത്തെ പഠന കാര്യങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. പിന്നെ അന്നോട്ട് തുടർന്ന് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ സാക്ഷരതാ മിഷൻ വന്നതോടെ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടീച്ചേഴ്സാണ്. ഞാൻ ഇതിലൂടെ പഠിച്ച് വളർന്നു വന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അഭിമാനം കൂടിയുണ്ട്. കാരണം സേവാഭാരതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിലൊരു അച്ഛൻ അമ്മ ആ ഒരു സ്ഥാനമാണ് എനിക്ക് സേവാഭാരതി. ഇനിയും തുടർന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. സാഹചര്യം സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഇനി തുടർന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ടീച്ചർ എൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്ന ആ ഒറ്റ കാര്യമാണ്, ഇനിയും തുടർന്ന് പോകണം, പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും പോകണമെന്ന് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയത് ടീച്ചറിൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഈ കേട്ടതെല്ലാം ഇക്കാണുന്ന സജിത ടീച്ചറെ കുറിച്ചാണ്. കാടുകയറി ചെന്ന് കാടിന്റെ മക്കളെ തുല്യതാ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച സജിത രത്നാകരൻ എന്ന കരുത്തയായ സ്ത്രീയെ കുറിച്ച്. തന്റെ 40കളിലും മലകൾ താണ്ടിയെത്തുന്ന ടീച്ചറെ കാത്തിരിക്കുന്നത് 50ഉം 60ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച നിറത്തിന്റെ പേരിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ഈ സ്ത്രീരത്നം മാറ്റിമറിച്ചത് കാടിന്റെ പൊന്നോമന മക്കളുടെ ജീവിതങ്ങളാണ്. സേവാഭാരതിക്കൊപ്പം ടീച്ചർ താണ്ടിയ കാടിനും മലയ്ക്കുമെല്ലാം ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ വനിതാ ദിനത്തിൽ സജിത ടീച്ചറെയും കുട്ടികളെയും നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ സജിത ടീച്ചർ. ടീച്ചറുടെ വിശേഷങ്ങളും ടീച്ചറുടെ കുട്ടികൾക്ക് ടീച്ചറെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ടീച്ചറെ നമസ്കാരം. നമസ്തേ. നമുക്കറിയാം, കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുഴപ്പമില്ല, കുറച്ച് എളുപ്പമാണെന്ന് പറയാം. പക്ഷെ മുതിർന്നവരെ പഠിപ്പിച്ചെടുക്കുക, അത് പ്രത്യേകിച്ച് വനവാസി മേഖലയിൽ നിന്നൊക്കെ വരുന്ന മുതിർന്നവരെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. പക്ഷെ അത് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ്. എന്ത് തോന്നുന്നു? വളരെയേറെ സന്തോഷവും ആത്മസംതൃപ്തിയും തോന്നുന്ന ഒരു നിമിഷമാണ്. എങ്ങനെയാണ് ഈ ഒരു വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായത്? എങ്ങനെയാണ്? ഞങ്ങളുടെ ഇവിടെ സാരഥി എന്ന് പറഞ്ഞ ഒരു ട്യൂഷൻ സെൻറ്റർ 108 കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ ട്യൂഷൻ എടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വനമേഖലയിലുള്ള വനവാസികൾക്ക് തുടർ പഠനം പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും കുട്ടികളിൽ നിന്നാണ് അറിഞ്ഞത്. കുട്ടികളിൽ നിന്ന് അറിയുകയും ഒരു ദിവസം ഞങ്ങൾ വനമേഖലയിലേക്ക് പോവുകയും അവിടെ കണ്ട ആൾക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ വിഷമങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. എൻ്റെ പേര് രമ. ഞാൻ ഇവിടെ അടുത്ത് ബ്ലാവിളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എനിക്ക് ഇപ്പം 44 വയസ്സായി. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് 4ാം ക്ലാസ് വരെയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. പൊത്തോട് സേവാഭാരതി എന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിന് എൻ്റെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ അച്ഛന് സുഖമില്ലാതായി. അങ്ങനെ അച്ഛൻ്റെ ചികിത്സയും ഞങ്ങളുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ജീവിക്കാൻ അന്ന് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ അന്ന് എൻ്റെ കൂടെ 4ാം ക്ലാസ് വരെ പഠിച്ചവർ പരീക്ഷ എഴുതി പുറത്തെ സ്കൂളിൽ പോയ സമയത്തിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ. ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കല്യാണമായി. 20 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യത്തിന് ഞാൻ സ്കൂളുകളിൽ പൊത്തോട് സ്കൂളിൽ തന്നെയാണ് എൻ്റെ മക്കളും പഠിച്ചത്. 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മോനെ കിള്ളി സ്കൂളിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് മോള് 5ാം ക്ലാസ്സിൽ പഠിച്ച് നമ്മുടെ സേവാഭാരതിയുടെ ഹോസ്റ്റലിൽ അഗസ്ത്യ കുടിയേരി എന്ന ഹോസ്റ്റലിലാണ് കൊണ്ടാക്കിയത്. അവിടെ നിന്ന് അവൾ കോട്ടൂർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അന്നൊക്കെ ഞാൻ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും എനിക്ക് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണമെന്നൊക്കെ ഞാൻ അപേക്ഷിച്ച് ഞാൻ പോകുമ്പോൾ ചെല്ലുന്നിടത്തൊക്കെ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പല ആവശ്യങ്ങൾക്ക് ഞാൻ പോയ സമയത്തിനും ഞാൻ പല രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം പഠിച്ചില്ലെന്നുള്ള ഒരു ഇതിൽ കുറേ അപമാനവും എനിക്ക് സഹിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഇരുന്ന ഒരു സമയത്തിനാണ് എൻ്റെ മോള് +2 പഠിച്ച സമയത്തിന് മോൻ +1 കഴിഞ്ഞ് നിന്ന സമയത്തിനാണ് സാക്ഷരതാ മിഷനിൽ നിന്ന് ഈ തുല്യതാ പഠിത്തത്തിനെ കുറിച്ച്
അത് അറിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ വനമേഖലയിൽ അറിയിക്കേണ്ടത് ST പ്രൊമോട്ടർമാരും നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു സ്കീം ഞങ്ങളുടെ ഈ വനമേഖലയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയണതല്ല, നമ്മുടെ വനമേഖലയിൽ പഠിത്തം കിട്ടാതെ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച് എന്തെങ്കിലും ഒരു വലിയ നിലയിൽ എത്തുമോ എന്നുള്ള രീതിയിലാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അവരാരും നമ്മളെ ഇത്തരം കാര്യങ്ങൾ അറിയിച്ചില്ല. അത് ഞങ്ങളുടെ ഇതിലെത്തിച്ചതെന്ന് പറയുമ്പോൾ സേവാഭാരതിയുടെ പ്രവർത്തകനായ ബിനുകുമാർ ചേട്ടനും സാരഥി ട്യൂട്ടോറിയലിലെ സജിത ടീച്ചറുമാണ്. സേവാഭാരതിയുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടാണ് ഈ വനമേഖലയിൽ തുല്യതാ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ ആൾക്കാരെ സംഘടിപ്പിച്ച് അവരെ പഠിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. എൻ്റെ പേര് അനീഷ്. എനിക്ക് നന്നായിട്ട് തുടർന്ന് പഠിക്കണമെന്ന് ഇനിയും താല്പര്യമുണ്ട്. ആദ്യത്തെ പഠന കാര്യങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ 2 വരെ പോയുള്ളൂ. പിന്നെ അച്ഛൻ സുഖമില്ലാതായിപ്പോയി. അതുകൊണ്ടെല്ലാം കൂടെ കഷ്ടപ്പാടായിരുന്നു. പിന്നെ അന്നോട്ട് തുടർന്ന് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ശാശ്വത മിഷൻ വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടീച്ചേഴ്സാണ്, കുഴപ്പമില്ലാതെ നന്നായിട്ട് പഠിച്ച് ഇനിയും താല്പര്യത്തോടെ പഠിക്കണം ആഗ്രഹമുണ്ട്. എത്രയും പ്രായമായാലും നമ്മൾ പഠിച്ച് കഴിയത്തില്ലല്ലോ, പഠിക്കണം, വളരെ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ കാരണം ജോലിയൊക്കെ വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. +2 ഡിഗ്രിയൊക്കെ പോകണം, നല്ല ജോലി വാങ്ങണം, ഇതൊക്കെ നല്ല താല്പര്യങ്ങളുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഇവിടെ ഇത്രയും വികസനമായിട്ടുള്ളത്, അല്ലാതെ നേരത്തെ ഇത്രയും വികസനമൊന്നും ഇല്ലായിരുന്നു. നല്ല താല്പര്യമുണ്ട് പഠിക്കാനായിട്ട് ഉണ്ട്. ആദ്യമായിട്ട് ആ കാട് കയറിയത് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. ആ അനുഭവം പറയാമോ? പൊത്തോട് ഏകാധ്യാപക വിദ്യാലയമുണ്ട്. അപ്പോൾ ആ ഏകാധ്യാപക വിദ്യാലയത്തിൽ കുട്ടികൾ വളരെ കുറവാണ്. അത് കുട്ടികൾ കുറവായതിൻ്റെ കാരണം നമ്മുടെ പുറത്തുള്ള സ്കൂളുകളിൽ നിന്നും ജീപ്പ് മല കയറി അവിടെ ചെല്ലുകയും അവിടെയുള്ള കുട്ടികളെ ജീപ്പിൽ കയറ്റി രക്ഷിതാക്കൾ തന്നെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് തൊഴിലുറപ്പ് ജോലിയാണ്. അപ്പോൾ അവരുടെ ജോലിയെ കൂടെ അത് എളുപ്പമാക്കി തീർത്തു, ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും പാക്ക് ചെയ്ത് പുറത്തുള്ള സ്കൂളുകളിലേക്ക് വിടുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ വന്ന സമയത്ത് ഈ ഏകാധ്യാപക വിദ്യാലയം ഒരു ചോദ്യചിഹ്നം പോലെ ആ കാടിനകത്ത് നിൽക്കുകയാണ്. കാരണം അവിടെ ഈ വിദ്യാലയം കൊണ്ട് ഒരു അധ്യാപികയും അങ്ങനെയുള്ള 1-2 സ്റ്റാഫുകളുണ്ട്. പക്ഷെ അവർ നിത്യവും ഈ വിദ്യാലയത്തിൽ പോവുകയും കുട്ടികളില്ലാത്തതിൻ്റെ കാരണത്താൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് അവർ തിരികെ വീടുകളിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെയുള്ള രക്ഷിതാക്കളെ മാക്സിമം ഉള്ള കുട്ടികളെ നമ്മുടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ എത്തിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കളൊക്കെ തന്നെ ഞങ്ങളൊരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ആണ് ആദ്യമായിട്ട് മല കയറുന്ന സമയത്താണ് അവിടെ ഞങ്ങൾ മല കയറുന്ന സമയത്ത് നമ്മുടെ തൊഴിലുറപ്പ് സ്ഥലം ഉണ്ട്. ആ തൊഴിലുറപ്പ് സ്ഥലത്തിൽ നിന്നും എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഓടി വന്ന് അയ്യപ്പൻ ഓടി വന്നിട്ട് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അയ്യപ്പൻ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് പാട്ടുപാടാനും ഒക്കെ കഴിവുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അവന് ഈ 10ാം ക്ലാസ് വരെ എത്താൻ അവന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴോ അവനെ സ്കൂൾ വിടേണ്ടി വന്നു. പിന്നീട് അന്നാണ് ആദ്യമായിട്ട് കണ്ട സമയത്ത് അവൻ്റെ ജോലി എന്ന് പറയുന്നത് തൊഴിലുറപ്പ് ജോലിയാണ്. അപ്പോൾ എനിക്ക് വല്ലാതൊരു വിഷമം തോന്നി. കാരണം പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തൊഴിലുറപ്പ് പോലെയുള്ള ജോലിയെ മാത്രം ആശ്രയിച്ച് കഴിയുക എന്ന് പറയുന്നത് വലിയ വിഷമം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ തുടർന്ന് പഠിക്കാൻ പറ്റാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞങ്ങളെയൊക്കെ ആരും സഹായിക്കാനേ ടീച്ചറെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച സമയത്ത് സത്യം ഞങ്ങൾ ഈ പാരൻസിനെയൊക്കെ കണ്ട് തിരികെ വരുമ്പോഴത്തേക്കും അയ്യപ്പനെ കുറിച്ചുള്ള വിഷമവും അയ്യപ്പൻ്റെ ഒരു ആകാംക്ഷയൊക്കെ വല്ലാതെ മനസ്സിനെ സ്പർശിച്ചു. അങ്ങനെയാണ് ഈ തുല്യതയെക്കുറിച്ച് ഞങ്ങൾ ശരിക്കും ശക്തമായിട്ട് ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആ കാട്ടിലെ മൂപ്പൻ മുതൽ ചെറിയ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് ഒക്കെ പാസ്സാക്കി കൊടുത്ത കുഞ്ഞുങ്ങൾ വരെ, അല്ലെങ്കിൽ മുതിർന്നവരാണ്, കുഞ്ഞുങ്ങൾ നമ്മൾ പറയെങ്കിലും മുതിർന്നവർ വരെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരുമായിട്ട് ഇടപഴകുമ്പോൾ? നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ വനവാസി മേഖലയിലുള്ളവരൊക്കെ കുറച്ച് ദേഷ്യക്കാരാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി റിജിഡായ ഒരു ക്യാരക്ടറാണ് അല്ലേ, കുറച്ച് ധാർഷ്ട്യമൊക്കെ ഉള്ള ആൾക്കാരെ പോലെ നമുക്ക് തോന്നും. തോന്നലേ ഉള്ളൂ. വളരെ ഇന്നസെൻ്റ് ആണ് അവർ. പക്ഷേ ഇവരെ നമ്മളൊന്ന് തുറിച്ച് നോക്കിയാൽ പോലും അവർ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമയും
നല്ല ഒരു സഹനശക്തിയൊക്കെ നമുക്കുണ്ടായിരിക്കണം. കമ്പാരിസൺ ഒരിക്കലും ഈ ഭാഗങ്ങളിൽ അത് വരില്ല, പാടില്ല. കാരണം ഇതിന് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ്. അതിനകത്ത് 35 വയസ്സ് മുതൽ 67, 69, 70ഓളം വയസ്സ് വരെയുള്ള പഠിതാക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അക്ഷരങ്ങൾ മറന്നു തുടങ്ങിയവരാണ് ഏറ്റവും കൂടുതലും ഉള്ളവർ. എൻ്റെ പേര് അരുവിയാണ്. ഞാൻ 10 4 ക്ലാസ് വരെ പഠിച്ച് പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും പഠിപ്പിക്കാനുള്ള ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ സൈത ടീച്ചറും ബിനു മർച്ചേട്ടനും വന്ന് നമ്മളിങ്ങനെ ഇത് പഠിപ്പിക്കാനുള്ളത് വന്ന് പിന്നെ അവർ നമ്മളിങ്ങനെ പഠിപ്പിച്ച് അവർ തന്നെ നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ച് അവർ പറഞ്ഞ് ഇങ്ങനെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റും പിന്നെ ജനന സർട്ടിഫിക്കറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ എൻ്റെ മോൾക്കൊന്നും ജനന സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അത് പ്രസവിച്ചതിൻ്റെ പിറ്റേന്ന് ചെന്ന് പറഞ്ഞെനിക്ക് അവരതൊന്നും ശരിയാക്കി തന്നില്ല പഞ്ചായത്തിൽ. അവിടെ ചെന്നപ്പോൾ ഒരു രേഖയില്ല. പിന്നെ അവരാണ് എൻ്റെ മോൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്ന് എനിക്ക് ജനന സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ 7ാം ക്ലാസ് തുല്യ പരീക്ഷ എഴുതി നമ്മളെല്ലാവരും ജയിച്ചെല്ലാവരും മാർക്കോടുകൂടി വാങ്ങി. പിന്നെ നല്ല രീതിയിൽ ചേച്ചിക്ക് സുഖമില്ല, അങ്ങനെ നമ്മളെ വന്ന് എല്ലാവരെയും ടീച്ചർ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ബിനു മാറിയിട്ട് എല്ലാത്തിനും സഹകരിച്ച്. ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഒരു തരത്തിലും മാനസിക വിഷമം ഉണ്ടാക്കാൻ പാടില്ല. ആ തരത്തിലാണ് നമ്മൾ അവരെ കെയർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അങ്ങനെ അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഇവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ പൊത്തോട് പോയ സമയത്ത് അവിടെയുള്ള ഈ പഠിതാക്കളൊക്കെ കണ്ട സമയത്ത് പലരും വാക്കുകളൊന്നും കിട്ടാണ്ട് ഇടറിപ്പോകുന്നത് നമ്മൾ കേട്ടു. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ച് വലിയ അഭിമാനമായി അവർ പറയുന്നതാണ്, ഞാൻ 7ാം ക്ലാസ് പാസ്സായി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും ആ ഒരു അഭിമാനത്തിൻ്റെയും വലിയൊരു ഭാഗമാവാൻ സാധിക്കുക അതൊരു വലിയൊരു നിയോഗമായി കാണാറില്ലേ? തീർച്ചയായിട്ടും അത് വലിയൊരു നിയോഗം തന്നെയാണ്. ഇവിടെ 7ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പാസ്സാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത്രയും വലിയൊരു കാര്യമാണ്. കാരണം ഈ വനമേഖലയിൽ 7ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ആനപ്പാപ്പാൻ മുതലുള്ള ജോലികൾ അവരെ കാത്തിരിക്കുകയാണ്. അതുപോലെ സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് നീക്കിവെച്ച ഒരുപാട് തസ്തികകൾ ഇപ്പോഴും അത് ഒഴിവായിട്ട് കിടക്കുകയാണ്. കാരണം ഇവർക്ക് ആ മേഖലകളിലും എത്തപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് 7ാം ക്ലാസ് പാസ്സാവുക അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പോയിട്ട് 10ാം ക്ലാസ് ജയിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. 10ാം ക്ലാസ് തോറ്റാൽ പോലും 10ാം ക്ലാസ് തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ലെവലിലുള്ള ജോലി ഈ വനത്തിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ മേഖലകളിലാണ് പുറത്തു നിന്നുള്ള ആൾക്കാർ ഈ ജോലിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഇവർക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം ആയപ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. കാരണം ഇനി ഞങ്ങളുടെ ഈ വനമേഖലയിൽ സർക്കാരിൻ്റെ തന്നെ ഒരുപാട് ജോലികളിൽ തങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസവും സന്തോഷമാണ് ഇന്നലെ അത് പ്രകടമായത്. എനിക്ക് പക്ഷെ തുടർന്ന് പഠിക്കണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഇതിൽ വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ നടന്നെങ്കിലും പിന്നെ കല്യാണ കാര്യമൊക്കെ ആയി, പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ അങ്ങനെ പറഞ്ഞ് അതിൻ്റെ പുറകെ നടന്നിട്ടും എനിക്ക് ഈ ഒരു ഫീൽ ഉണ്ടായിരുന്നു, തുടർന്ന് പഠിക്കണം, ഇനിയൊരു അവസരം കിട്ടി ഞാൻ കൃത്യമായിട്ടും പഠിക്കും എന്നുള്ളൊരിതിൽ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴേ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മൾ പൊത്തോട് സ്കൂളിൽ അതിൻ്റെ കാര്യമായിട്ടൊക്കെ നമ്മളങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഒരിക്കൽ വിനുച്ചേട്ടനും ടീച്ചറും കൂടെ അവിടെ വന്നിട്ട് ഇങ്ങനെ തുല്യതയെക്കുറിച്ചൊന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകണമെന്ന് നല്ല താല്പര്യമുണ്ട് ടീച്ചറെ, നമുക്കിങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു അതിനെന്ത് നമുക്ക് പോകാമല്ലോ, എല്ലാവരും കൂടെ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കുറച്ച് പേര് സംഘടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെന്റർ തുടങ്ങി നമുക്ക് ഇവിടെ തന്നെ പഠിച്ചു തുടങ്ങാന്ന് പറഞ്ഞു. മുതിർന്നവരെ ശാസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കാട്ടുമൂപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ട്. അല്ലെങ്കിൽ ഒരു 67-68 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ അതിനെയൊക്കെ മാനേജ് ചെയ്തിരുന്നത്? മൂപ്പൻ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ അധ്യാപകരടക്കം എല്ലാവരും വളരെ ബഹുമാനത്തോടെയും ആദരവോടും കൂടി തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഒരു മൂപ്പനാണെന്നുള്ളൊരു പരിഗണന ഞങ്ങളോട് കാണിക്കരുത്, എന്നോട് കാണിക്കരുത്. കാരണം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പഠിതാവായിട്ടാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രം എന്നെ കണ്ടാൽ മതി. ഇത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ഈ ക്ലാസ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മൂപ്പൻ്റെ സ്ഥാനത്ത് നിന്നോളാം. അത് ഈ ക്ലാസ്സിനകത്ത് കയറുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ്, ആ ലെവലിൽ മാത്രം. പക്ഷേ വളരെ എല്ലാ കാര്യത്തിലും അദ്ദേഹം നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യവും പിന്നെ കുറച്ച് ലേശം അദ്ദേഹത്തിന് കാരണം ഉത്തരവാദിത്വങ്ങളും നേതൃത്വ പാഠവും ഒക്കെ കൂടുതലുള്ളതിൻ്റെ ആ ഒരു കാരണത്താൽ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ചെറിയ ഒരു പിടിവാശിയൊക്കെ ഉണ്ട്. അത് 20-24 വയസ്സുള്ള സമയത്തിനാണ് ആദ്യമായിട്ട് അക്ഷരം പഠിക്കാൻ പറ്റിയത്. പുത്തോട് സേവാഭാരതി സ്കൂൾ ആമല എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം തുടങ്ങിയത്. അവിടെ എൻ്റെ അനിയന്മാർക്ക് വേണ്ടി കോട്ടൂർ പോയി
ഇങ്ങനെ അരിയും സാധനമൊക്കെ ചുമന്നുകൊണ്ട് വന്ന കൂട്ടം അങ്ങനെ കൊണ്ടുവന്നാലേ കഞ്ഞി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്ന കൂട്ടത്തിലാണ് അവർ പഠിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. അന്ന് എൻ്റെ ഒരു കുഞ്ഞമ്മയായിരുന്നു അവിടുത്തെ ടീച്ചർ. വനത്തിൽ നിന്ന് ആദ്യമായിട്ട് 10ാം ക്ലാസ് പഠിച്ച് ഇറങ്ങിയ ഒരാളാണ്. അവർ സ്വന്തമായിട്ട് അവരെ ആശയത്തിൽ നിന്ന് തുടങ്ങി ഒരു വിദ്യാഭ്യാസം ബാക്കി സമൂഹത്തിലെ കുട്ടികൾക്ക് നൽകണമെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ വെച്ച് തുടങ്ങിയ ആ സ്ഥാപനത്തിലാണ് ഇങ്ങനെ 4 വർഷം പോയി പഠിച്ച്. അതിൽ ആദ്യ 1 വർഷം അവർ സ്വന്തമായിട്ട് നടത്തിയിരുന്ന ആ സ്ഥാപനം. പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ അന്നത്തെ കാലത്ത് ഏറ്റെടുത്ത് 1 വർഷം നോക്കി. അവരെ കൊണ്ടും പറ്റാതെ വന്നപ്പോഴത്തേന് അവരും തള്ളിയിട്ട് പോയി. അതിനുശേഷമാണ് ആദ്യമായിട്ട് സേവാഭാരതി എന്ന സംഘടന നമ്മളെ ലോകത്ത് തന്നെ ആദ്യം തിരുവനന്തപുരത്ത് തുടങ്ങുന്ന ആ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ പ്രവർത്തകർ നമ്മളെ സ്കൂൾ വന്ന് കാണുകയും വന്നപ്പോഴത്തേന് അന്ന് എന്നോടൊപ്പം ഒരു 10-60 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അന്ന് സേവാഭാരതി ആ സ്ഥാപനം ഏറ്റെടുക്കുകയും ആ സ്ഥാപനം ഇന്ന് അവർ കുഞ്ഞമ്മ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തിന് പിന്നെ പൊത്തോടയ്ക്ക് മാറ്റി. പൊത്തോട് ഇപ്പോഴും ആ സ്ഥാപനം നിലനിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ 4ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ട് നിർത്തേണ്ടി വന്നു. എന്നെപ്പോലെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ മക്കളെ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയ സമയത്ത് ആദ്യമൊന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. ഒടുവിലായി വന്ന സമയത്തിന് രക്ഷകർത്താക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അവർ ചോദിച്ചു തുടങ്ങി, ജാതി സർട്ടിഫിക്കറ്റിനൊക്കെ പോകുമ്പോൾ. അങ്ങനെ പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ചെയ്തു. പക്ഷേ അവസാനമായപ്പോഴത്തേന് അതും പറ്റാതെ വന്നപ്പോഴത്തേനാണ് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടായി വന്നപ്പോഴത്തേന് ഒരു ദിവസം ഈ സരിത ചേച്ചിയും ബിനു മാറിയേട്ടനൊക്കെ സേവാഭാരതിയിൽ അവർ നമ്മളെ സ്കൂളിൽ വന്ന സമയത്തിന് ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ഒരുപാട് രക്ഷകർത്താക്കൾ ഇതിനു വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്, അതിനൊരു പരിഹാരം കാണാൻ എന്താണ് മാർഗം എന്നിങ്ങനെ ഞാൻ ചോദിക്കുകയും ആ സമയത്തിന് ചേച്ചിയും ചേട്ടനും ഇങ്ങനെ പറഞ്ഞു നമുക്കത് ആലോചിക്കാം, പോയിട്ട് എന്താണ് ഞങ്ങളെ കൊണ്ട് പറ്റണത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇങ്ങനെ തുല്യത എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, നമ്മൾ അവരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും എന്ന്. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് അവർ ഇവിടെ വരികയും വന്ന് പറഞ്ഞിങ്ങനെ തുല്യത പഠിക്കാനുള്ള സംവിധാനമായി. പക്ഷേ അത് പൂവച്ചൽ പോയി പഠിക്കണം. ഞങ്ങൾ ആദ്യം ഒരു 6-7 പേര് രജിസ്റ്റർ ചെയ്ത്, പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേന് 20-25 പേര് ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി, ഓരോരുത്തർ പഠിച്ച് തുടങ്ങിയപ്പോഴത്തേന്. പക്ഷേ ഇത്ര പേർക്കും പൂവച്ചൽ പോയി പഠിക്കാൻ വേണ്ടി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ച ദിവസങ്ങളിലായതുകൊണ്ട് വാഹനങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ട് വാഹനമുള്ള നമ്മളാരും വാഹനങ്ങളുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടാണ് സേവാഭാരതി എന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സാരഥി ട്യൂട്ടോറിയൽ നിന്ന് ടീച്ചർമാരെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ പഠിപ്പിക്കാമെന്നുള്ള ആ ഒരു രീതിയിലെത്തുകയും അതിനുവേണ്ടി ബിനുമാറിയേട്ടനും സരിത ചേച്ചിയും നല്ല രീതിയിൽ ഊണും ഉറക്കവും കളഞ്ഞ് അവർ നല്ല രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആ 7ാം ക്ലാസ് പഠിപ്പിക്കാനുള്ള ആ ഒരു സംവിധാനം ചെയ്ത്. അതിന് സേവാഭാരതിയും അവരുടെ പ്രവർത്തകരെയും എന്ത് പറഞ്ഞ് നന്ദി പറയണമെന്നറിയില്ല. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും പറയാറുണ്ട് പരിമിതികളേറെയാണെന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഇന്നലെ ഞങ്ങൾ ആ കാട്ടിലേക്ക് വന്നപ്പോൾ അത്രത്തോളം ദുർഘടം പിടിച്ച വഴികളാണ്. കാരണം കൃത്യമായി വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കുലുങ്ങിയിട്ടാണ് ആ ഒരു മലയുടെ മുകളിലേക്ക് ഞങ്ങൾ പോയതും പകുതി വരയ്ക്കാണ്, സ്കൂൾ വരെ നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രത്തോളം ദൂരം സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാറില്ലേ? തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രത്യേകിച്ച് വനമേഖലയിൽ ഒരുപാട് അലിഖിത നിയമങ്ങൾ അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സൊക്കെ ആയി കഴിഞ്ഞാൽ വനമേഖലയിൽ പോകാൻ പാടില്ല. കാരണം ഈ വനമേഖലയ്ക്കകത്ത് നമ്മൾ സന്ദർശിക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഇവരുടെ ചെറിയ ആരാധന കാര്യങ്ങൾ, അവരുടെ വെച്ചൊരുക്കലുകൾ, ആരാധന, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കടന്നു വേണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഠിതാക്കളിലുള്ള സ്ത്രീജനങ്ങൾ പോലും വരാറില്ല. പക്ഷേ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകർ ഇത് തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റാതെയാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതൊരു വിഷയമേ ആക്കിയിട്ടില്ല. അങ്ങനെ ആയിട്ട് ഞങ്ങൾ മല കയറി ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ നന്നായിട്ട് അലട്ടിയ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാനൊരു 6-7 വർഷം കൊണ്ട് ഒരു അസുഖത്തിൽ, ഒരു ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖത്തിൽ ആയിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഏറ്റെടുത്ത ഒരു ദൗത്യം, അതിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡോക്ടർ നിശ്ചയിച്ചിരുന്ന സമയത്ത് ഞാൻ അവിടെ മാറി നിന്നിരുന്നുവെങ്കിൽ ഈ പരീക്ഷ നടത്തിക്കാനോ ഇങ്ങനെയൊന്നും പഠിപ്പിക്കാനോ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു 7-8 മാസം കഴിയാതെ പിന്നെ മല കയറാൻ
പറ്റിയില്ല. പക്ഷേ ആ ഓപ്പറേഷൻ സമയത്ത് പോലും നമ്മളത് മാറ്റി വെച്ചിട്ടാണ് ഈ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തി പോയത്. ഇവരെ പരീക്ഷ വരെ എഴുതിയതിന് ശേഷം മാത്രമാണ് ഞാൻ സർജറിക്ക് വേണ്ടിയിട്ട് പോയത് പോലും. ഈ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കേസുമായിട്ട് ബുദ്ധിമുട്ട് ഇത് പറഞ്ഞതാണ്. അപ്പം അതിന് ഞങ്ങൾ ഈ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ജനനം ഇപ്പം ആദ്യം തുടങ്ങുമല്ലോ. ജനനം തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഒരാൾ എൻ്റെ പെണ്ണുമ്പിള്ളയാനും കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ആശുപത്രി ഹോസ്പിറ്റലിൽ തന്നെ ഇത് നടക്കും. അപ്പം ഞങ്ങളെപ്പോലെയുള്ളത് പഴയ കാലങ്ങളിൽ മുമ്പും ഇവിടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷത്തിന് മുമ്പ് സംഭവിച്ചിട്ട് കേസിനകത്തൊന്നും ഇതൊന്നും രേഖകളൊന്നുമില്ല. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പഞ്ചായത്തൊക്കെ പോയി കഴിഞ്ഞാൽ 36 ന്യായങ്ങളും 26 ഡോക്യുമെൻറ്റും ചോദിക്കും. പക്ഷേ ഇതെല്ലാം മറികടന്ന് ഇതിനെ കൃത്യമായ രീതിയിൽ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളത് സേവാഭാരതിയുടെ പ്രവർത്തകരായി നിന്നിട്ടുള്ള സജിത ചേച്ചിയും ബിനുചേട്ടനും ആണെന്നുള്ള കാര്യത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് എല്ലാവർക്കും അറിയാം. ഇത് പഠിച്ച പഠിതാക്കളും അറിയാം, അതിനോടൊപ്പം കൂടെ വന്ന എല്ലാവർക്കും അറിയാം. അതിനകത്ത് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. വിമർശനങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. പിന്നെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട റൂമിനകത്ത് കിടന്ന ആളുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ സേവാഭാരതിയുടെ പ്രവർത്തകർ കാണിച്ച ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും ഞാൻ അഭിമാനിക്കുന്നു. അവർക്ക് എന്നും 1000 ആശംസകൾ നേരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇതിലൂടെ പഠിച്ച് വളർന്നു വന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അഭിമാനം കൂടിയുണ്ട്. കാരണം സേവാഭാരതി എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ഹൃദയത്തിലൊരു അച്ഛൻ, അമ്മ, ആ ഒരു സ്ഥാനമാണ് എനിക്ക് സേവാഭാരതി എന്ന് പറഞ്ഞാൽ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴും ഇങ്ങനെ വന്ന് പഠിച്ചു. പ്ലസ് വൺ പോയി, എനിക്ക് +1 ജയിച്ചു. +2 എനിക്ക് വണ്ടിയുടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് +2 എഴുതിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അവിടുത്തെ മുടങ്ങിപ്പോയി. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള സാറന്മാരും ടീച്ചേഴ്സുമാരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പഠിപ്പിച്ചത്. കാരണം ഒരു സാറെന്ന രീതിയിലോ ടീച്ചറെന്ന രീതിയിലല്ല, ഒരു മക്കൾ, അച്ഛൻ, അമ്മ, മക്കൾ, ആ ഒരു രീതിയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പഠിപ്പിച്ച്. ഇന്നലെ നമ്മൾ കാട്ടിൽ പോയിട്ട് അവരോട് സംസാരിച്ച സമയത്ത് അതിലൊരു ഒരു ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സേവാഭാരതി എന്ന് പറയുന്നത് അവർക്കൊരു പാർട്ടിയോ അല്ലെങ്കിൽ അതൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല. അതെ, ഒരു ചേച്ചി പറഞ്ഞു എനിക്ക് അച്ഛനെയും അമ്മയെയും പോലെയാണ് സേവാഭാരതി എന്ന് പറയേണ്ടത്. അപ്പൊ അവരുടെ മനസ്സിലൊക്കെ അത്രത്തോളം ആഴത്തിൽ പതിയാൻ സേവാഭാരതിക്കും സജിത ടീച്ചർക്കും സാധിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിനെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം 1982 മുതൽ സേവാഭാരതിയുടെ പ്രവർത്തനം ഈ വനമേഖലയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വനവാസികളുടെ ആരോഗ്യകാര്യത്തിൽ, ക്ഷേമകാര്യം, പിന്നെ വിവാഹം, ചടങ്ങ് കല്യാണം, ഇങ്ങനെ രോഗി പരിചരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു സേവാഭാരതി കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്താണ്, അതായത് ഇപ്പം നമ്മളവിടെ വനത്തിൽ പോയി ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് പോയ സമയത്താണ് സേവാഭാരതി ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഒരു തുടക്കം കുറിച്ചത്. അപ്പോൾ നേരത്തെ ഈ സേവാഭാരതിയോട് ഇവർക്ക് തീരാത്ത കടപ്പാടും, കാരണം അവർക്കൊരു വിഷമഘട്ടം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്നൊന്ന് സമീപിക്കാൻ പറ്റിയ, വിശ്വസിക്കാൻ പറ്റിയ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് സേവാഭാരതിയാണ്. പല ആൾക്കാരും ആ വനമേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ വ്യക്തി താല്പര്യത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ തിക്ത അനുഭവങ്ങൾ ഏറെ ഉണ്ടായ ഈ വനവാസികൾ അവർക്ക് ഇത്രയും വർഷക്കാലം അവരുടെ രക്ഷിതാക്കളായിട്ടോ അല്ലെങ്കിൽ ആത്മമിത്രമായിട്ടോ ഒക്കെ സേവാഭാരതി അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു SFIയുടെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു സജിത രത്നാകരനുണ്ട്. അവിടെ നിന്ന് ഈ സേവാഭാരതിയുടെ കൂടെ ഇവിടെ കാട്ടിലെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയിലേക്കുള്ള ഒരു മാറ്റം എന്തായിരുന്നു അതിനുള്ള പ്രധാന കാരണം? പ്രധാന കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ഒരു പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയും എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അത്രയും സജീവ പ്രവർത്തകരാണ്, ഞാനടക്കം ഉള്ള ആൾക്കാർ. അപ്പോൾ പക്ഷേ നമുക്ക് നേരിൻ്റെ പക്ഷത്ത് നിൽക്കാനാണ് പലപ്പോഴും നമ്മൾ നിലയുറപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെയും കണ്ട കാഴ്ചകളും തെറ്റായ പ്രവണതകൾക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോഴും ശബ്ദിക്കുമ്പോഴും ഒക്കെ ഒറ്റപ്പെടുന്നത് നമ്മളാണ്.
പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും അത്തരം ക്രൂരമായ ഒരു ഒറ്റപ്പെടലുകളും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സേവാഭാരതി എന്നുള്ളൊരു പ്രസ്ഥാനത്തിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത് ഒരു 2018-19 ഈ നമ്മുടെ പ്രളയവും കോവിഡും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനം സാരഥി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയും അപ്പോൾ അന്ന് ഞാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള സൗഹൃദങ്ങളെ ഉൾപ്പെടെ ഒരുപാട് പേരോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ ആരും അത് ഒരു കൈത്താങ്ങ് ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല. അന്ന് സേവാഭാരതിയാണ് ഞങ്ങളെ ഈ ഒരു കൈത്താങ്ങായിട്ട് വന്ന് ഞങ്ങളെ സഹായിച്ചതും സാരഥി എന്ന പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന ഒരു വളർച്ചയിലേക്ക് എത്തിക്കാൻ അവരുടെ ഒരു സഹായവും ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ അപ്പോഴും നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. പക്ഷേ പിന്നെയാണ് ഈ സേവാഭാരതിയെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും മാറി നിന്ന് വീക്ഷിക്കാനും ഒക്കെ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം സേവാഭാരതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ്. അത്രയേറെ വിശ്വാസമാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഇപ്പൊ സംഘത്തെ കുറിച്ചിട്ടാണെങ്കിലും സേവാഭാരതിയെ കുറിച്ചിട്ടാണെങ്കിലും കുറെ കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അതെ അതെ അത് നമുക്ക് അത്രയും തെറ്റായതാണെന്ന് ഉള്ളിൽ വന്നാൽ മാത്രം മനസ്സിലാകുന്ന, എന്നാൽ പുറമേൽ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളം വർഗീയമാണ് എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന കുറെ കാഴ്ചപ്പാടുകളുണ്ട്. തീർച്ചയായിട്ടും ടീച്ചറുടെ എത്രത്തോളം കാഴ്ചപ്പാടുകൾ ഇത് മാറ്റിമറിച്ചിട്ടുണ്ട്? ഒരുപാട്. കാരണം ഈ സേവാഭാരതി എന്ന് പറയുന്നതും അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ പൊതുവെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആൾക്കാരെ വിനിയോഗിക്കുകയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പാർട്ടി ക്ലാസ്സിലുള്ള ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, വർഗീയമായിട്ടാണ് അത് കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ശരിക്കും. പക്ഷേ ഇതല്ല എന്നുള്ളത്, കാരണം സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതിയോ മതമോ ഒരു രാഷ്ട്രീയത്തിൻ്റെ കൊടിയോ നോക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ സേവനമാണ് അതിൻ്റെ ഒരു മുഖ്യം. അല്ല, മാനവ സേവ മാധവ സേവ എന്നുള്ള ഒരു ആപ്തവാക്യം അത് കറക്റ്റായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കാട്ടിൽ ഞാൻ ടീച്ചറുടെ കൂടെ വന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വെറും ഒരു ടീച്ചർ മാത്രമായിട്ടല്ല ഉള്ളത്, ഒരു കൂട്ടുകാരിയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ്, ഇവരിൽ പലവർക്കും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അത് നേടിയെടുക്കാനും സഹായിക്കുന്നത് ടീച്ചറും വിനിച്ചേട്ടനും ഒക്കെയാണ്. അതെ അതെ, അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ആത്മബന്ധം കൂടി ഉണ്ട് ഈ കാട്ടിന്റെ മക്കളോട്. അപ്പോൾ ആ ഒരു ബന്ധം എങ്ങനെയാണ്? അതായത് ഇപ്പം നമുക്ക് തുല്യത ഇവരെല്ലാവരും വിജയിച്ചു, പക്ഷേ തുല്യതയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടാൻ പ്രയാസമായി. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് കിട്ടാതെ പോയത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. കാരണം ഇങ്ങനെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. പക്ഷേ ഇവരെല്ലാവരും കാട്ടിൽ പിറന്നതായതുകൊണ്ട് ഇവരുടെ മുന്നേ നടന്നു പോയവരോ അല്ലെങ്കിൽ ഇവരെ നയിച്ചവരുടെയോ ഭാഗത്തുള്ള വീഴ്ചകൾ കാരണമാണ് ഇത്തരത്തിലുള്ള ഈ ജനന വിവരങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തിലോ മറ്റുള്ള തലങ്ങളിലോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത്. അപ്പോൾ എപ്പോഴാണ് ജനിച്ചത്, എവിടെ ജനിച്ചതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടക്കം മുതലേ അതിനുള്ള സാക്ഷ്യപത്രങ്ങൾ, ആൾക്കാരുടെ ഇങ്ങനെയുള്ള വിവരണങ്ങൾ, ഒരുപാട് പേപ്പറുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഓഫീസുകളിലൊക്കെ എത്തിക്കണം. അങ്ങനെ ഒരുപാട് നടക്കണം ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ പലരും ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ മല ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞ് അന്നൊരു ദിവസം നടന്നില്ല എങ്കിൽ അതേ കാര്യത്തിന് വീണ്ടും അവർ കയറിയിറങ്ങാൻ പറ്റില്ല. അവർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ ഒരു ഇടത്താണ് ഞങ്ങൾ അത്രമാത്രം എല്ലാ ഇടങ്ങളിലും കയറി ഇറങ്ങി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർക്ക് ഈ ജനന സർട്ടിഫിക്കറ്റ് മാത്രമല്ല കിട്ടാൻ പ്രയാസമുള്ള അനേക സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ എല്ലാം അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അവിടേക്ക് ഈ സാധനങ്ങളെല്ലാം അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അവിടുത്തെ കുട്ടികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ കുട്ടികൾക്കൊക്കെ വായനാശീലം ഉണ്ടായിരിക്കുമോ? കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനുപരി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. അതിനുള്ള ഭാഗ്യം അവരിലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നൊരു ലൈബ്രറി ടീച്ചർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് പിന്നിലുള്ള കഥ എങ്ങനെയാണ്? അതായത് ഇവർക്ക്
നമ്മുടെ ഈ പാഠ്യവിഷയത്തിനകത്തു മാത്രമുള്ള അറിവുകൾ ആയിട്ട് ഒതുങ്ങരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൻ പ്രദേശത്തുള്ള ഒരുപാട് ലൈബ്രറികളിലുള്ള പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് എല്ലാ ആഴ്ചയും ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇവരിലേക്ക് തന്നെ ഞങ്ങളത് എത്തിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സഞ്ചരിക്കുന്ന ഒരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഞങ്ങൾ ഈ വരുന്ന പഠിതാക്കൾക്ക് എല്ലാവർക്കും ഇത്തരം പുസ്തകങ്ങൾ കൈമാറുകയും വെറുതെ അവർ വായിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷെ വായിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇതിൻ്റെ ഉള്ളതുകൊണ്ട് കൊണ്ടുപോകുന്ന പുസ്തകങ്ങളുടെ അതിനെക്കുറിച്ചൊരു വിവരണം, അതായത് വായനാക്കുറിപ്പ് തയ്യാറാക്കി കൊണ്ടുവരാൻ പറയും. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അത് വായിച്ച് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും ക്ലാസ്സിൽ അവർ അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഞങ്ങൾ എന്തായാലും ക്ലാസ് വിടുന്നതിന് മുമ്പായിട്ട് അതിനുള്ളൊരു സമയം പ്രത്യേകം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കൊണ്ടുപോയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ വായിക്കുകയും അവരത് അവതരിപ്പിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. അതിലൂടെ അവർക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് സഭാകമ്പം പോലെയുള്ള സംവിധാനങ്ങൾ കുറേയേറെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. തരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിരുന്നു. കാരണം പൊതുവെ ഒരു സ്റ്റോറി എടുക്കാൻ പോയിട്ട് ബൈറ്റ് ചോദിച്ചാൽ പോലും ആളുകൾ തപ്പും ചില സമയത്ത്. ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്നതിന്റെ പേടിണ്ടാവും. പക്ഷെ ഇവർക്ക് ആർക്കും അത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു വെക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് തന്നെ ഈ പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്പസ്വല്പം എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള. അതെ, മൂപ്പൻ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കവിതകൾ എഴുതി കൊണ്ടു തന്നു. കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തിരുത്തി ഒരു കവിത, അതായത് ഒരു കയ്യെഴുത്ത് മാസിക അതൊക്കെ ഞങ്ങൾ തയ്യാറാക്കി. ഇവരുടെ സൃഷ്ടികളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കയ്യെഴുത്ത് മാസിക തയ്യാറാക്കി. എന്തായാലും ഇനി അതൊരു വലിയൊരു പുസ്തകമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. അതെന്തായാലും ഉടനെ ഉണ്ടാവും. അത് ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഒരു എഴുത്തുകാരി കൂടിയാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലും അഗസ്ത്യമുനിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതെ. അപ്പൊ ഈ അഗസ്ത്യമലകളിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം ഉണ്ടോ അതിന് പിന്നില്? അത് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നിയോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അഗസ്ത്യമുനിയെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും എനിക്കില്ലായിരുന്നു. കുട്ടിക്കാലത്ത് ഈ നമ്മുടെ ഈ വിന്ധ്യപർവ്വതത്തെ തളച്ച ഒരു കഥ, അതുമാത്രം അഗസ്ത്യൻ തളച്ചൊരു കഥയുണ്ട്. ആ ഒരു കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ കുറച്ച് നാൾ മുമ്പായിട്ട് ഞങ്ങളുടെ കോട്ടൂർ തന്നെ ഒരു ആധ്യാത്മിക ക്ലാസ് ഞാൻ നടത്തുന്നുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾക്കായിട്ട്. അപ്പോൾ അവിടെ വന്ന ഒരു പാരൻ്റാണ് എന്നോട് ചോദിച്ചത്, അഗസ്ത്യമുനിയെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിക്കൂടാ? കാരണം നമ്മുടെ ഈ കോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം അഗസ്ത്യമുനിയുമായി ബന്ധപ്പെടുത്തിയാണ് ഓരോ പ്രദേശവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്, അഗസ്ത്യ ചീര, അങ്ങനെ അഗസ്ത്യക്കോട്, ഇങ്ങനെ അഗസ്ത്യൻ എന്നുള്ള ഒരിത്. പക്ഷേ ആരാണ് അഗസ്ത്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫിൽ കൂടുതലുള്ള വിവരങ്ങളൊന്നും നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് പറയാൻ അറിയില്ല. അപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് അറിവുകൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അറിവുകളെല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടത് ഭാവി തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് അഗസ്ത്യമുനിയെക്കുറിച്ചുള്ളൊരു അന്വേഷണവും അങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ നേരത്തെ ചോദിച്ച ആ പാരൻറ്റിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിസ്സഹായായിട്ട് ഞാൻ നിന്ന ഒരു അവസരം. എനിക്ക് അഗസ്ത്യമുനിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പുസ്തക രൂപത്തിൽ ഈ അഗസ്ത്യ മഹാത്മ്യം എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹത്തിന് കൊണ്ടെത്തിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുകൂടാതെ വേറെ നിരവധി പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇടുമ്പി എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം. പിന്നെ ആദ്യ പുസ്തകം കഥാസമാഹാരമാണ്, മൗനനൊമ്പരം എന്ന് പറയുന്ന 27 ചെറുകഥകളടങ്ങിയ കഥാസമാഹാരമാണ്. പിന്നെ ഉള്ളത് അഗസ്ത്യ മഹാത്മ്യം. പിന്നെ കവിതാ സമാഹാരങ്ങൾ, ഒരുപാട് കവിതാ സമാഹാരങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞു കൂട്ടായ്മയുടെ ഭാഗമായിട്ട്. പിന്നെ അല്ലാതെ കവിതാ സമാഹാരം ഇപ്പോൾ ഇറങ്ങിയത് ഒരു ഹിഡുമ്പി എന്ന് പറഞ്ഞിട്ടൊരു കവിതാ സമാഹാരം, ജീവചരിത്രം ഉടനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ 18 സിദ്ധരും അരുൾമൊഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അഗസ്ത്യ മഹാത്മ്യത്തിൻ്റെ 2nd എഡിഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലേഖന സമാഹാരം, ക്ഷേത്രചരിത്രം, വിൽപ്പാട്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖല, നാടകം, ഇങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരുപാട് പേരെ ടീച്ചർ ഈ യാത്രയിൽ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അതെ. പ്രത്യേകിച്ച് ഈ വനമേഖലകളിലേക്ക് പോകുന്ന സമയത്ത് ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉടക്കി നിൽക്കുക എന്ന് പറയും. ചില ആളുകളുടെ മുഖങ്ങൾ, തീർച്ചയായിട്ടും അനുഭവങ്ങൾ അങ്ങനെ മനസ്സിൽ നിൽക്കാറില്ലേ? അതെ അതെ. അങ്ങനെ ടീച്ചർക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള
ഉണ്ട്. ഭഗവാൻ കാണി എന്ന് പറയുന്ന മൂപ്പനാണ് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന മൂപ്പന്മാരിൽ ഏറ്റവും പ്രായം ചെന്നതും. കൂടാതെ 40-45 വർഷത്തോളം അഗസ്ത്യകൂടത്തിൽ നിരന്തരമായിട്ട് പോയി പൂജ നടത്തുന്ന വലിയൊരു, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു ദിവ്യനാണ് അദ്ദേഹം. ഒരുപാട് അറിവുകളുള്ള, ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു അദ്ദേഹം ലോകം അറിയണം. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യം ഇപ്പം എൻ്റെ ഈ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു തന്ന കുറേ അറിവുകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രമൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ഈ ഭഗവാൻ കാണി എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. അറിവിൻ്റെ നിറകുടം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒന്നും തോന്നില്ല. ഒരു പ്രാകൃതമായ ഒരു വേഷവിധാനങ്ങളും ഒക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയണ്ട, അതായത് ഒരു അഗസ്ത്യൻ്റെ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും കോട്ടൂരും അല്ലെങ്കിൽ പൊത്തോട് ഭാഗത്തൊക്കെ അഗസ്ത്യമുനി ഉണ്ട്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെ അഗസ്ത്യമുനി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ, ഉരുൾപൊട്ടലുകൾ, പേരറിയാത്ത ഒരുപാട് ദുരന്തങ്ങൾ ഇതിനകത്തൊക്കെ സംഭവിച്ചു. അവിടെയൊക്കെ ഞങ്ങളുടെ ഈ അഗസ്ത്യമലയെയും ഈ അഗസ്ത്യമല നിവാസികളെയും താങ്ങി സംരക്ഷിച്ച് നിർത്തിയതിൻ്റെ പിന്നിൽ അഗസ്ത്യമുനിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേൾക്കേണ്ടി വരുമല്ലോ ജീവിതത്തിൽ. പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന പഠിതാക്കളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും ഒക്കെ ടീച്ചറെ എന്ന് വിളിച്ച് വന്ന് പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഏറെ സങ്കടപ്പെടുത്തിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? സങ്കടപ്പെടുത്തിയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പഠിതാവ് ആശാ വർക്കറായിരുന്നു. അപ്പോൾ ആശാ വർക്കറായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ അവർക്ക് നേരിട്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് ചോദിച്ചു, ടീച്ചറെ എനിക്ക് സങ്കടപ്പെടുത്തിയ ആ ഒരു അവസരങ്ങളിലൊക്കെ എനിക്ക് അവരുടെ മുമ്പിൽ എനിക്ക് നല്ലോണം നിവർന്ന് എനിക്ക് നിൽക്കണം. അതിനെനിക്ക് ഞാൻ എങ്ങനെ വേണമെങ്കിലും ഞാൻ നിൽക്കാം, എനിക്ക് ടീച്ചർ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് വന്ന് അവരൊക്കെ എല്ലാ കാര്യങ്ങളും, കുറച്ച് പ്രയാസമായിരുന്നു, അവരെയൊക്കെ പഠിപ്പിച്ച് അവരെ ഇഷ്ടപ്പെട്ട ആ ഒരു തലത്തിലേക്ക് അവരെ എത്തിക്കാൻ ഒരു നിമിത്തമായതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ. അപ്പോൾ അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടേതായി കാണാൻ പഠിക്കുക. തീർച്ചയായിട്ടും എനിക്ക് ടീച്ചർമാർക്ക് അത് എപ്പോഴും അങ്ങനെയാണ്. അതെ അതെ, നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം അല്ലല്ലോ കാട്ടിൽ താമസിക്കുന്നവർ ജീവിക്കുന്നത്. അതെ. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞു ഇപ്പൊ അവരുടെയൊക്കെ കല്യാണപ്രായം നമ്മൾ നോക്കി 18-19 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു പോയി കുഞ്ഞുങ്ങളൊക്കെ ആകുന്ന, അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ വന്ന് പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയാറുണ്ട്. പക്ഷെ ഇവർക്കൊക്കെയും പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ ഈ സമുദായത്തിലുള്ള ആൾക്കാർ ഇവിടെ തന്നെ വിവാഹം കഴിച്ച്, അതായത് ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ ഒടുങ്ങുന്ന ഒരവസ്ഥ, അതിൽ പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. ചില ആൾക്കാർ, അതായത് പുതിയ തലമുറയിലുള്ള കുട്ടികൾ പുറത്തിറങ്ങി സഞ്ചരിക്കാനും പുറത്തുള്ള വിവാഹം ബന്ധത്തിൽ ഏർപ്പെടാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിലൊക്കെ ഒരു കണക്കിന് മാറ്റങ്ങൾ വരേണ്ട ഒരു സമയം അതിക്രമിച്ചു. അതെ അതെ, മാറ്റങ്ങൾ വേണം. ഇപ്പൊ നമ്മൾ അന്ന് സംസാരിച്ചപ്പോ ഒരു ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ചേച്ചിയുടെ അമ്മേനെ ആന ചവിട്ടിക്കൊന്നതാണ്. അതെ അതെ. അപ്പൊ 15ഓളം വർഷങ്ങളായി. പക്ഷെ അത് ഇപ്പോഴും ഒരു സർക്കാർ ജോലിയുടെ ഓഫർ ഉണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അത് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ ദുരന്തങ്ങൾ, ഈ ആക്സിഡൻറ്റ് പോലുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് വാഹന സൗകര്യം ഇല്ല. നമ്മുടെ ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഇവർക്ക് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ജീപ്പ് സൗകര്യം ഇവർക്കില്ല. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ജീപ്പിനെ ആശ്രയിച്ചാണ് ഇവർ പോകുന്നത്. പക്ഷേ അതിനുള്ള എക്സ്പെൻസ് എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവർ കൊടുക്കുകയും ചെയ്യും. പക്ഷേ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, ഇവർക്ക് ഇതുപോലെയുള്ള വന്യജീവി ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പുറത്തെ ജീപ്പുകാരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഈ പുറത്തെ ജീപ്പുകാർ മറ്റേതെങ്കിലും ഓട്ടത്തിലോ മറ്റോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൃത്യസമയത്തിനുള്ളിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ തടസ്സം നേരിടും. അതുകൊണ്ട് പല കാര്യങ്ങളും ഈ കാലതാമസത്തിലാണ് ഇവർ ആശുപത്രിയിലേക്ക് സമീപിക്കുന്നത്. അങ്ങനെ ഒരുപാട് അപകടങ്ങളും അപകട മരണങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടായി. അപ്പോൾ സർക്കാർ ഇതിനെ ഗൗരവമായിട്ട് കാണാനും ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വനവാസികളുടെ ആശുപത്രി കാര്യത്തിന് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു ജീപ്പ് സൗകര്യമോ ഒരു ആംബുലൻസോ അത് സർക്കാർ നൽകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇന്നും ഒരുപാട് സ്ത്രീകൾ വീട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്. ഇപ്പോൾ എന്നെ പോലെയോ ടീച്ചറെ പോലെയോ ഒന്നും പുറത്തിറങ്ങിപ്പോയി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്?
അവരവരുടെ ശക്തി സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓരോ നിയോഗങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ ഒരു ഈ ജന്മം, ആ ജന്മം നമുക്ക് എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളിങ്ങനെ ആരും അറിയപ്പെടാതെ, ആർക്കും ഉപകാരപ്പെടാതെ ഇങ്ങനെ നമ്മൾ ജീവിച്ച് മരിക്കുന്നതിനോട് യാതൊരു തരത്തിലുള്ള ഒരു യോജിക്കുന്നില്ല ഞാൻ ആ കാര്യത്തിൽ. അപ്പം നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. നമ്മൾ സേവാഭാരതിയുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ഒരു പുഞ്ചിരി പോലും ഒരു സേവനം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ എന്ത് കഴിയും, നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല, നമുക്ക് എന്ത് നൽകാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് മാർഗം തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. നമുക്ക് ശക്തി എന്ന് പറയുന്നത് ദേവിയാണ്. ഭഗവാൻ ശിവന്റെ പോലും ശക്തി അമ്മയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സ്ത്രീകൾ എത്രത്തോളം ഹിന്ദു മതം എടുത്തു നോക്കിയാലും ഭാരതത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും സ്ത്രീകൾ എന്നും ശക്തിയുള്ളവരാണ്. പക്ഷേ ആ ശക്തി തിരിച്ചറിയാതെ പോയതാണ് ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു പോരാട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മുടെ മുൻപുണ്ടായിരുന്നവരെല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് തിരിച്ചറിയണ്ടേ നമ്മൾ തന്നെ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശക്തി നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ചുറ്റുപാടും, ആദ്യം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടും ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഈ പത്രമാധ്യമങ്ങളോ മറ്റോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അകലെ നടക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഘോരഘോരം സംസാരിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഫെമിനിസ്റ്റുകളുടെ ഒരു രംഗപ്രവേശം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ഇടങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ കൂടെ പിറന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുക, അവരുടെ ശബ്ദമായി മാറുക, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ശക്തിയെ തിരിച്ചറിയുക, അവർക്ക് വേണ്ടി നിലകൊള്ളുക. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് ദൂരം നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു വനിതാ ദിനം ആശംസിക്കുകയാണ്. ടീച്ചറെ നമസ്കാരം. നമസ്തേ.